എന്ത് ജാതി അവസ്ഥയാണല്ലേ. ഒരു പ്ലെയറെ 3 മാസം മുന്നേ എന്തോ സൈൻ ചെയ്തിട്ടുള്ളൂ, ടിയാഗോ മെൻഡസ് സാൽവസ്. ആളോട് താങ്ക് യു ഗുഡ് ബൈ കഥം ബൈ ബൈ പറഞ്ഞിട്ടോ നമ്മുടെ ക്ലബ്ബ്. ഒരൊറ്റ കാര്യം, ഇതിന് ക്ലബിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്താ പറയാ, താങ്ക് യു AFF, താങ്ക് യു കല്യാൺ ചോബെ. നമ്മളെ രാജ്യത്തെ ഫുട്ബോൾ വളരുന്നുണ്ട്. വരളാണ് വരള്. 2 ദിവസം മുന്നേ വരെ ISL തട്ടിക്കൂട്ടിയിട്ടാണെങ്കിലും ഇവർ നടത്തും, അടുത്ത സീസൺ തൊട്ട് കാര്യങ്ങൾ ഏകദേശം സെറ്റിൽഡ് ആവും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടേനു. പക്ഷെ ഇപ്പൊ വരുന്ന പല ന്യൂസസ് കേൾക്കുമ്പോഴും ഈ സീസൺ തന്നെ നടക്കാനുള്ള ചാൻസസ് കുറവാണ്. അല്ലെങ്കിൽ പല ക്ലബ്സിനും ഈ ഒരു ടൈപ്പ് ഓഫ് രീതിയിൽ കളിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഒഡീഷ FC കളിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബംഗളൂരു FC ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ട്രെയിനിങ് തൽക്കാലം പിന്നെയും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് ഇപ്പൊ പറയുന്ന പോലെ 2 സെൻട്രലൈസ്ഡ് വെന്യൂസിൽ വെച്ചിട്ട് ISL നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസൺ കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഒരു ക്ലബിന്റെ മേലെ ഒരു 10-30 കോടിയുടെ നഷ്ടം വരും എന്നാണ് പറയുന്നത്. സംഭവം ശരിയാണ്. ടിക്കറ്റ് സെയിൽസ് ഇല്ല, ബാക്കിയുള്ള സ്പോൺസർഷിപ്സ് ഇല്ല. എല്ലാ ക്ലബ്സിനെ സംബന്ധിച്ചും ഇതേപോലത്തെ എന്താ പറയാ നഷ്ടം വരും ഇങ്ങനെ ഒരു ലീഗ് നടത്തുമ്പോൾ. ISL ക്ലബ്സിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ കുറ്റം പറയാൻ പറ്റൂല. കാരണം AIFF പോലെ വളരെ കേപ്പബിലിറ്റി ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണല്ലോ നമുക്കുള്ളത്. ഈ ക്ലബ്സിന് നഷ്ടം വരുമ്പോൾ ഇവരെ ഏറ്റെടുക്കൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ പൂട്ടിപ്പോയിക്കോളി എന്നേ പറയുള്ളൂ. ക്ലബ്സിന് അവരുടെ നിലനിൽപ്പിന് നോക്കുമ്പോൾ ഈ ഒരു സീസണിൽ പങ്കെടുക്കാതിരിക്കുന്നതാവും നല്ലത്. കാരണം ഈ ഒരു കപ്പടിച്ചിട്ടും ക്ലബ്സിന് പ്രത്യേകിച്ച് ഫൈനാൻഷ്യലി ബെനിഫിറ്റ് ഒന്നുമില്ല. ഇനിയിപ്പോ വല്ല AFC ചാമ്പ്യൻസ് ലീഗിന്റെ 2nd ഡിവിഷൻ കളിക്കാനാണെങ്കിൽ പോലും അതിനുള്ള ക്വാളിഫിക്കേഷൻ നമ്മുടെ രാജ്യത്തിന് ഇല്ല എന്നുള്ള പോലെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ എന്താ, വേറെ പല ക്ലബ്സിന്റെ ഫോറിൻ പ്ലേയേഴ്സ് ഈ ഒരു അൺസർട്ടൈനിറ്റി കാരണം ലീഗിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്. വളരെ നല്ലൊരു ഇതായിട്ടുണ്ട് മൊത്തത്തില്. സത്യം പറഞ്ഞ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ശരിക്കുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ കാണേണ്ടത്. ആൾക്കാർ നിരത്തിൽ ഇറങ്ങിയിട്ട് തന്നെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ സമരം ചെയ്യണം. പക്ഷേ ഫുട്ബോൾ ആയതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ചെയ്യോ ഇല്ലേ എന്നുള്ള ഒന്നുമില്ല. നമ്മളെ അവസ്ഥയാണിത്. ഏത് നമ്മളെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഈ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള ഒരു അവസ്ഥയാണിത്. പറഞ്ഞിട്ട് കാര്യമില്ല, ആണ് സഹിക്കുന്നേ. എനിവേ, ഇനി നമുക്കൊരു അവാർഡ് കൊടുക്കാനുണ്ട് കേട്ടോ. ദ ഫണ്ണിയസ്റ്റ് ഫുട്ബോളർ ഓൺ പ്ലാനറ്റ് എർത്ത്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലെ ഫണ്ണിയസ്റ്റ് മൊമെന്റ്. ലെറ്റ്സ് വെൽക്കം CR7. ആ ഒരു ഗോൾ അടിച്ചിട്ട് ആള് 100 മീറ്റർ സ്പ്രിന്റ് അടിച്ച് ഒരു മാസീവ് അങ്ങനത്തെ നെട്ട്. എനിക്കറിയാം കുറെ ആൾക്കാരുണ്ടാവും ഷെയിംലെസ്, CR7 എന്തിനാണ് അങ്ങനെ ഒരു ഗോൾ അടിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന വലിയ ആൾക്കാർ. ഗൈസ്, യെസ് എക്സാക്ട്ലി അങ്ങനെ ഒരു ഗോള് ആളത് കണ്ടിട്ട് പോലുമില്ല. ഗൈസ്, കാണാതെ ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റ്. യജ്ജാതി ഗോൾ. വാട്ട് എ ഗോൾ മാൻ. അൽ നാസറിന്റെ ഓവറോൾ പെർഫോമൻസ് ഡീസന്റ്. ഓക്കെ, കുറെ നല്ല കാര്യങ്ങളുണ്ട്. നമ്മൾ എല്ലാ മാച്ചിലും കാണുന്ന പോലെ കുറെ പാസസ്, കുറെ പൊസിഷൻ, കുറെ റണ്ണിങ്. പക്ഷേ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് പലപ്പോഴും ആണ് കാണില്ല, വരുന്നില്ല. പിന്നെ ഡിഫെൻസീവായിട്ട് ആ ഒരു സ്ട്രഗിൾസ്, ഹൈലൈൻ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അന്തല്ലാത്ത ലൈനിൽ ഇവർ നിൽക്കും. പിന്നെ മാർട്ടിനസ് വൈനാൾഡത്തിന്റെ ഫസ്റ്റ് ഗോളിന് വാൻഡൈക്കിന് പഠിക്കാം. എടാ ചെന്നെടുക്കടാ ബോള്, ഈ എങ്ങട്ട പോണ്ട്, അങ്ങോട്ട് ഇനി സ്ഥലമല്ല. അൽ നാസർ ഒരു 150 പാസും 10 ഷിഫ്റ്റിങ്ങും 2 ത്രൂ ബോളും ഒക്കെ കൊടുത്തൊരു ചാൻസ് ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അൽ ഇത്തിഫാഖ് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യും, ഒരു തൂക്കിയടി കൊടുക്കും, ഒരു കൗണ്ടർ പോവും, എന്നിട്ട് ഗോൾ അടിക്കും. അൽ നാസറിന് ഫസ്റ്റ് ഹാഫിൽ മാത്രം 10 കോർണർ എന്തോ കിട്ടിയതാ. പക്ഷെ ഒരു കാര്യമില്ല. മാച്ച് തുടങ്ങി 5 മിനിറ്റ് ആയപ്പോഴേക്ക് അൽ നാസറിന് ഒരു റെഡ് കാർഡ് കിട്ടിയതാ. പിന്നെ റെഫറി വാറൊക്കെ നോക്കി ആളുടെ കാരുണ്യം കൊണ്ട് എല്ലാം ആക്കി കുറച്ച് 10 ആളെ വെച്ച് ഈ മാച്ചൊക്കെ ഇവർ കളിച്ചിനെങ്കിൽ എന്തായാലും എണ്ണി തോറ്റിനു. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒരു 2-2 സമനിലെങ്കിലും ഉണ്ട്. അണ്ണന്റെ കേസില് മിഡ് പെർഫോമൻസ്, ആള് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. നമ്മളൊരു ഹാട്രിക് ഒക്കെ എങ്ങനെ മനസ്സിലുണ്ടേന് കേട്ടോ. ആ ഒരു കലണ്ടർ ഇയറിൽ എല്ലാ വർഷവും ഹാട്രിക് ഉണ്ട് എന്നുള്ള റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ അതൊന്നും ഉണ്ടായില്ല. ഈ ഒരു സീസണിൽ 10 സ്ട്രെയിറ്റ് വിന്നിന് ശേഷമാണ് ഇപ്പോൾ അൽ നാസർ പോയിന്റ്സ് ആദ്യമായിട്ട് ലീഗിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ആ ഒരു പോയിന്റ് ടേബിൾ നോക്കി അൽ ഹിലാൽ അവരുടെ ഇന്നത്തെ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് സോ ക്ലോസ്. അൽ നാസർ ആൻഡ് അണ്ണൻ അനദർ ട്രോഫിലെസ് സീസൺ ആവോ ഇതും? ടെൻഷൻ ആവുന്നുണ്ട്. അൽ നാസറിന്റെ റിസൾട്ട് വാസ് ഡിസപ്പോയിന്റിങ് എന്നെ സംബന്ധിച്ച്. പക്ഷെ ഡിസപ്പോയിന്റ് ചെയ്യിപ്പിക്കാത്ത ഒരു ടീമുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. എല്ലാവരും ഞാൻ വോൾഫ്സിനോട് യുണൈറ്റഡിനെ തോൽപ്പിക്കാനൊക്കെ പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ കമന്റ്സില് യുണൈറ്റഡ് ഇപ്പൊ അങ്ങനെ ഒന്നല്ല, ഈ ആദ്യം കളി കാണേ, നൗ വാട്ട്
വോൾസിനേറ്റും വരെ ഡ്രോ. നിങ്ങൾ ഇനി 100% നന്നായി കളിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. കളി സമനിലല്ലേ ആയിട്ടുള്ളൂ, അതും വോൾസിനേറ്റും. വേറെ ഒന്നും നിങ്ങൾ മിണ്ടണ്ട. വേറെ ഇപ്പൊ എന്താ, 2025 ഏറ്റവും ഇമ്പോർട്ടന്റ് മാച്ച് ആഴ്സണലിനെയും അവരുടെ ഫാൻസിനെയും സംബന്ധിച്ച് സംഭവം ഹെയ്റ്റ് വാച്ചിലിരുന്ന ആഴ്സണൽ ഹെയ്റ്റേഴ്സിനൊക്കെ എടാ ചെകിടത്തൊരു അടി, ഓരോട് എഫ് യു എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആൻഡ് ഒരു റിസൾട്ട്. 4-1 ആസ്റ്റൺ വില്ലനെ പൊട്ടിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഒരു ബോട്ടിലിംഗ് എക്സ്പെക്ട് ചെയ്തപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പെർഫോമൻസ് ബൈ ആർസണൽ. 11 മാച്ച് വിന്നിംഗ് സ്ട്രീക്കോടെ വന്ന ആസ്റ്റൺ വില്ലനെയാണ് ഇവർ ഇത്രയും ഈസി ആയിട്ട് പൊട്ടിച്ച് വിട്ടത്. കുറെ കാലത്തെ ഇഞ്ചുറിക്ക് ശേഷം വന്ന ഗബ്രിയൽ ഹെസൂസ് സ്കോർ ചെയ്യണോ, ഗബ്രിയൽ സ്കോർ ചെയ്യണോ, മൊത്തത്തില് ആഴ്സണൽ ആൻഡ് അവരുടെ ഫാൻസിനെ സംബന്ധിച്ച് ഒരു ഹാപ്പി എൻഡിങ് ഫോർ 2025 ആൻഡ് ടേബിൾ ടോപ്പേഴ്സ് ആയിട്ട് 2026 അവർക്ക് ഈസി ആയിട്ട് തുടങ്ങാം. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. അടുത്ത കൊല്ലെങ്കിലൊക്കെ നന്നായിക്കോളി. ഉളുപ്പുണ്ടോ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ നടക്കാൻ? എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട്. യാ ബൈ.